ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ എല്ലാ മുത്തുമണീസും സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് കരുതുന്നു. അപ്പം നാളെ വരാനിരിക്കുന്ന നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ അലീനയുടെയും മനുശങ്കറിൻ്റെയും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ? നിങ്ങൾ നമ്മുടെ വീഡിയോസൊക്കെ കേൾക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ സ്റ്റാർ ബട്ടൺ ഹൈപ്പും കൂടെ, പിന്നെ പുതുതായിട്ട് വരുന്ന എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കുക കേട്ടോ. കാരണം നമ്മളിടുന്ന സീരിയലിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്തണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്ബും കൂടെ ചെയ്ത് വെച്ചാലേ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് അധികം ദീർഘിപ്പിക്കേണ്ട നമ്മുടെ കഥയിലോട്ട് പോയാലോ. അങ്ങനെ നമ്മുടെ അലീന നമ്മുടെ രോഹിത്തിനെ കൊണ്ട് എല്ലാവരുടെയും, അതായത് ബാലചന്ദ്രൻ്റെയും അനുജത്തിമാരുടെയും ഒക്കെ അടുത്ത് മനസ്സുകൊണ്ട് ആ മാപ്പ് അപേക്ഷിക്കണം. താൻ ചെയ്തു പോയ തെറ്റ് എല്ലാവരും പൊറുക്കണം എന്നുള്ളത് അലീന ഇങ്ങനെ പറഞ്ഞ് രോഹിത്ത് ബാലചന്ദ്രനോട് പറഞ്ഞു. വളരെ എന്താ പറയണ, ഒരു നമുക്ക് വികാരനിർഭരമായ ഒരു നിമിഷങ്ങളായിരുന്നു അത്. കാരണം എന്ന് വെച്ചാൽ നമ്മളൊക്കെ വല്ലാണ്ട് ഇമോഷണൽ. ഞാൻ ഇന്ന് അതിൻ്റെ ഫുൾ എപ്പിസോഡ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിന്ന് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും ആ സീനൊക്കെ. കാരണം എന്ന് വെച്ചാൽ ഒരു അച്ഛനോട് ഒരു മകൻ, കാരണം രോഹിത്തിനെ സംബന്ധിച്ച് ഒരിക്കലും അങ്ങനെ ഒരു ക്യാരക്ടർ മനസ്സിൽ പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ആളായിരുന്നു. പക്ഷേ ഈ ഒരു തെറ്റ് മനസ്സിലാക്കി മനസ്സുകൊണ്ട് സ്വന്തം അച്ഛനോടും പെങ്ങന്മാരെടുത്തും ഒക്കെ ആ ഒരു മാപ്പപേക്ഷ രോഹിത്ത് കാണിക്കുകയാണ്. അതിനുശേഷം പിന്നെ വൈജയന്തിയുടെ അടുത്ത് പോയും ആ മാപ്പ് അപേക്ഷിക്കുകയാണ്. അങ്ങനെ ഇന്നലത്തെ ഇന്ന് നമ്മൾ കണ്ട സീൻ നമ്മുടെ ബാലചന്ദ്രൻ്റെ അടുത്തും ബബിതയുടെ അടുത്തും കൃഷ്ണമോളുടെ അടുത്തൊക്കെ മാപ്പ് അപേക്ഷിക്കുന്ന സീനാണ്. അത് കഴിഞ്ഞ് നമ്മുടെ രോഹിത്ത് നേരെ നമ്മുടെ വൈജയന്തിയുടെ അടുക്കലോട്ട് പോവുകയാണ്. കാരണം അമ്മയോടും മാപ്പ് അപേക്ഷിക്കണമല്ലോ, താൻ ചെയ്തു പോയ തെറ്റ്, താൻ കാരണം അവരൊക്കെ അനുഭവിക്കേണ്ടി വന്ന ആ മാനസിക സംഘർഷങ്ങൾ, അതൊക്കെ മാപ്പ് അപേക്ഷിക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ്. പക്ഷേ എങ്കിലും മനസ്സുകൊണ്ട് ഒരു മാപ്പപേക്ഷ രോഹിത്ത് നടത്തുകയാണ്. അങ്ങനെ വൈജയുടെ റൂമിൽ ചെന്ന് എന്താണെന്നൊക്കെ വൈജയന്തി ചോദിക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് സങ്കടത്തോടു കൂടെ തന്നെ അമ്മയോട് പറയുന്നുണ്ട്, അമ്മ ഞാൻ അറിയാതെ ഇനി ഒരു തെറ്റിലോട്ട് ഞാൻ പോവില്ല. അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ട് മാനസികമായിട്ടും നാണക്കേടും ഒക്കെ ഞാൻ കാരണം വരുത്തി. പക്ഷേ ഇനി അങ്ങനെ ഒരു ഇതുണ്ടാവില്ല, അമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു കേട്ടോ. ഇത് കേട്ടപ്പോൾ തന്നെ വൈജയന്തി പറയണ്, നാണക്കേട് ഉണ്ടാക്കിയെന്നോ? നീ എന്താ പറയണേ? ഞാൻ ആ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഓരോരുത്തരൊക്കെ വന്ന് കാണിച്ചതും പറഞ്ഞതും ഞാൻ ഇന്നും മറന്നിട്ടില്ല, നിനക്കറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി അങ്ങോട്ട് രോഹിത്തിനെ ഷൗട്ട് ചെയ്യണം കേട്ടോ. അല്ലാണ്ട് ഒരു വൈജയന്തിയുടെ ക്യാരക്ടർ അങ്ങനെയാണല്ലോ, ഒരു മയയില്ലാണ്ട് ആകെ ഒരു ഇതായിട്ട് അങ്ങോട്ട് ഭയങ്കര ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ രോഹിത്ത് എല്ലാം കുനിഞ്ഞ് നിന്ന് കേട്ടോണ്ടിരിക്കുക, അല്ലാണ്ട് അതിന് മറുപടി ആയിട്ട് രോഹിത്ത് ഒന്നും പറഞ്ഞില്ല. കാരണം താൻ തെറ്റുകാരനാണ്. അപ്പോൾ അമ്മ പറയുന്ന കുറ്റപ്പെടുത്തലുകൾ താൻ കേൾക്കുക, അല്ലാണ്ട് അതിന് വേറൊരു പ്രതിവിധിയില്ല. അങ്ങനെ രോഹിത്ത് സങ്കടത്തോടു കൂടി അമ്മ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നേഴ്സുമാരും പത്രത്തിൽ വരുന്ന ന്യൂസുകൾ, അങ്ങനെ വേണ്ടുന്ന എല്ലാ നാണക്കേടുകളും സഹിച്ചാണ് ഞാൻ ആ ഹോസ്പിറ്റൽ റൂമിൽ കഴിഞ്ഞതെന്നും പറഞ്ഞ് വൈജയന്തി കുറ്റപ്പെടുത്തുകയാണ്. അങ്ങനെ എല്ലാത്തിനും അമ്മ മാപ്പ് തരണം, കാരണം ഞാൻ ഇനി ഒരു തെറ്റിലേക്ക് അങ്ങനെ പോവില്ല. ഇതിനെല്ലാം കാരണം ആ ഹരിയുടെ കൂടെയുള്ള നിൻ്റെ കൂട്ടുകെട്ടാണ്. അന്നും ഇന്നും ഞാൻ പറഞ്ഞു, നീ ഹരിയുടെ കൂടെ കൂട്ടുകൂടരുത്, അവൻ്റെ കൂടെ കൂട്ടുകൂടിയാൽ നീ ചീത്തയാകും. ഇപ്പോൾ കണ്ടല്ലോ, നിനക്ക് മതിയായല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും മാപ്പ് പറയണം രോഹിത്ത്. എൻ്റെ രോഹിത്ത് പറഞ്ഞ അമ്മ അലീന ചേച്ചിയുടെ കൂടെ കുറച്ചും കൂടെ ഒരു ഇതായിട്ട് പെരുമാറണമെന്ന് പറഞ്ഞു. അലീന ചേച്ചിയോ, കണ്ടില്ലേ അവൻ്റെ അലീന ചേച്ചി, ആ ഒരുമ്പട്ടവൾ, എൻ്റെ ഈ കുടുംബം ഇന്ന് ഈ മാതിരി ആയത്. ഇപ്പം അവൾ നിന്നെയും കയ്യിലെടുത്തു അല്ലേ, ബബിതയും നിന്നെയും കൂടെ കയ്യിലെടുത്തു. ആദ്യം ബാലചന്ദ്രൻ, പിന്നെ കൃഷ്ണമോൾ, ഇപ്പം ദേ ബബിതയും നീയും. എടാ, നീയൊക്കെ അവളെ കൂടെ കൂടിക്കോ, പക്ഷേ എന്നെ അതിന് കിട്ടില്ല. അമ്മയോട് എന്ത് തെറ്റാ അലീന ചേച്ചി ചെയ്തത് എന്നൊക്കെ രോഹിത്ത് ചോദിക്കുകയാണ്. അവൾ എന്ത് തെറ്റ് ചെയ്തെന്ന്? ഈ കുടുംബം ഇന്ന് ഈ മാതിരി, ഇപ്പം അധികാരം ആർക്കാടാ ഈ വീട്ടിൽ? എനിക്കൊരു പട്ടിയുടെ വില ഉണ്ടോടാ ഈ കുടുംബത്ത് എന്നൊക്കെ ചോദിച്ചിട്ട് വൈജയന്തി അങ്ങോട്ട് തെറിക്കാൻ കേട്ടോ. അപ്പോൾ രോഹിത്തിന് മനസ്സിലായി, എന്തായാലും അമ്മ നന്നാവാൻ പോണില്ല, അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നുള്ളത് രോഹിത്തിന് മനസ്സിലാവുകയാണ്. രോഹിത്തിന് അങ്ങോട്ടൊന്നും പറയാനായിട്ട് വൈജയന്തി സമ്മതിക്കില്ല. അമ്മാതിരി അലീനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് എൻ്റെ കുടുംബം ഇമ്മാതിരി ചിന്ന ഭിന്നമായി പോയത് ആ ഒരുമ്പെട്ടവളെ എന്നിവിടെ കാലെടുത്ത് കുത്തിയോ, അതോടുകൂടിയാണെന്നും പറഞ്ഞുകൊണ്ട് പറയണേ. അവസാനം രോഹിത്ത് അവിടെ നിന്ന് പോവേണ്ടേ, നേരെ കയറി റൂമിൽ പോകണം കേട്ടോ.
ഇതേ സമയം നമ്മുടെ അലീന നമ്മുടെ ബാലചന്ദ്രൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ്റെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഓർക്കുകയാണ്, അതായത് ഇത്രയും വലിയൊരു നാണക്കേടുണ്ടായി, രോഹിത് ജയിലിൽ പോകണു, അങ്ങനത്തെ ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ടായി, എൻ്റെ പെൺമക്കൾക്ക് ഒന്ന് പുറത്തിറങ്ങാൻ പോലും സ്കൂളിലോ കോളേജിലോ പോലും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. പക്ഷേ അതെല്ലാം തരണം ചെയ്ത് എൻ്റെ മകൻ ഇന്ന് ജാമ്യം കിട്ടി തിരിച്ച് വന്ന് ഇന്ന് ഈ കുടുംബം എൻ്റെ മക്കളെ കോരിയെടുത്ത് ഒരു കുടുംബമാക്കി സ്നേഹമുള്ളവരാക്കി അവരെ മനസ്സിൽ വിദ്വേഷമോ വിരോധമോ ഒന്നുമില്ലാണ്ട് അവരെ ഈ മാതിരി ആക്കി ഒരു അമ്മ പോലെ ഒരു അമ്മക്കിളി കൂട് പോലെ എൻ്റെ മക്കളെ ഈ മാതിരി എടുത്തത് അലീന ഒറ്റ ഒരാൾ കാരണമാണ്. അപ്പോൾ അലീന ഇങ്ങനെ റൂമിലോട്ട് വന്നപ്പോൾ ബാലചന്ദ്രൻ ഇതൊക്കെ ഓർത്ത് ഇങ്ങനെ മനസ്സിൽ സന്തോഷവും സങ്കടവും ഒക്കെ ആയിട്ടിരിക്കുന്ന നിമിഷങ്ങളായിരുന്നു. ബാലചന്ദ്രൻ അലീനയുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ മക്കളെ ഇന്ന് ഇത്രയും എന്ന് വെച്ചാൽ ഈ ഒരു അവസ്ഥയിൽ വരെ അതിനോടൊപ്പം നീയും പോയി അവരെ അവിടെ നിന്ന് പടി കയറ്റി ഈ നിലയിൽ കൊണ്ട് ഇന്ന് എത്തിച്ചു തന്നത് നീ ഒരാൾ കാരണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അലീനയോട് കൈ പിടിച്ചിട്ട് ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു കുടുംബം ചിന്ന ഭിന്നമായിട്ട് ആ കുടുംബം മൊത്തത്തിൽ പോകേണ്ട ഒരു അവസ്ഥയാണ് വന്നത്. അതെല്ലാം കോർത്തെടുത്ത് ഇന്ന് ഈ രീതിയിലാക്കിയെടുത്തത് നിൻ്റെ ഒരു മിടുക്ക് തന്നെയാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, അച്ഛൻ അങ്ങനെയൊന്നും എന്നോട് പറയില്ലേ, രോഹിത്തും ബബിതയും കൃഷ്ണമോളും ഒക്കെ എൻ്റെ സ്വന്തം അനുജനും അനുജത്തിമാരുമാണ്. അവരെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരേണ്ട എൻ്റെ ഉത്തരവാദിത്വമല്ലേ വെച്ചാൽ, അച്ഛൻ ആരാ, എൻ്റെ അച്ഛനല്ലേ എന്നൊക്കെ പറഞ്ഞ് അലീനെ സങ്കടപ്പെട്ട് ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്ന സീനാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ അലീനയ്ക്ക് ഒരു ചെറിയൊരു വല്ലായ്മ പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അന്നേ ദിവസമൊക്കെ പോയി കിടന്ന് അങ്ങനെയൊക്കെ ആ ഒരു ക്ഷീണമൊക്കെ മാറ്റാൻ നോക്കിയെങ്കിലും ഒരു ചെറിയ തലവേദന ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു പനി വരാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ട്. കാരണം രോഹിത്തിനെ ശുശ്രൂഷിച്ചതും ഒക്കെ അലീനയാണല്ലോ. അപ്പോൾ ആ ഒരു പനി അലീനയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇടയ്ക്ക് എപ്പോഴും നമ്മുടെ രോഹിത്തിൻ്റെ റൂമിലോട്ട് അലീന പോവേണ്. അപ്പോൾ രോഹിത്തിനെ കണ്ടപ്പോഴത്തേക്ക് ചോദിച്ചു, ഇപ്പം എന്നാ നീ ചിന്തിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ഒന്നുമില്ല, ഇപ്പം സന്തോഷമായോ, മനസ്സിൻ്റെ പ്രയാസമൊക്കെ മാറിയോ മോനെ എന്ന് അലീന ചോദിക്കുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ചേച്ചി എല്ലാവരോടും ഞാൻ മാപ്പ് പറഞ്ഞു, ഇപ്പം എനിക്ക് മനസ്സിന് വലിയ സന്തോഷമുണ്ട്. പക്ഷേ എത്ര മാപ്പ് പറഞ്ഞാലും എനിക്ക് ചേച്ചിയോട് അത് മതിയാവില്ല. കാരണം ഇന്ന് എൻ്റെ ഈ ജീവിതം, പുതിയൊരു ജീവിതം ഇന്ന് കെട്ടിപ്പടുത്ത് ഇത്രയും ഉയരങ്ങളിലിട്ട് എത്തിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അത് അലീന ചേച്ചിയുടെ ഒരാളുടെ മിടുക്ക് കൊണ്ട് തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അലീനയോട് ആ സന്തോഷം രോഹിത് പങ്കിടണം കേട്ടോ. അതിനോടൊപ്പം ചേച്ചി എന്നോട് പൊറുക്കണം, ഞാൻ ചേച്ചിയോട് ചെയ്ത തെറ്റ് അത്രയ്ക്കും വലിയ തെറ്റാണ്, എന്നോട് ചേച്ചിയും പൊറുക്കണമെന്ന് പറഞ്ഞിട്ട് രോഹിത് മനസ്സറിഞ്ഞ് അലീനയോട് മാപ്പ് പറയുന്ന സീനൊക്കെയാണ് കേട്ടോ. പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കിടക്കുകയാണ്. പക്ഷേ അന്നേ ദിവസം പോയി കിടന്നിട്ടും അലീനയ്ക്ക് അങ്ങോട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം ഒരു വല്ലാത്ത ബുദ്ധിമുട്ടും ടെൻഷനും ഒക്കെ. ആ സമയത്ത് പല പഴയ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഓർത്ത് ഇവിടെ ആദ്യമായിട്ട് വരുന്നതും വൈജയന്തി അമ്മയെ കാണാനുള്ള ആ ഒരു കൊതിയോടുകൂടി എത്തുന്നതും ആ വൈജയന്തി ആയിട്ട് സംസാരിച്ച് പിന്നെ അതൊരു ദേഷ്യങ്ങളാവുകയും പിന്നെ ആ ഒരു വഴക്കും ഒക്കെയായി ഇന്ന് ഈ നിലവരെ എത്തി. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് കിടക്കുകയായിരുന്നു. പിറ്റേ ദിവസം നേരം വെളുക്കുന്ന സമയം അലീന എഴുന്നേറ്റു. പക്ഷേ എഴുന്നേറ്റെങ്കിലും ഒട്ടും ശരീരം കൊണ്ട് ആകെ ഒരു വല്ലായ്മയാണ്. എന്നിട്ട് അലീന കിച്ചണിൽ പോയിട്ട്, കാരണം ബബിതയ്ക്ക് പോകണം, കൃഷ്ണമോക്ക് പോകണം, ബാലചന്ദ്രന് പോകണം, എല്ലാവർക്കും പോകണം. അപ്പം ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡിയാക്കണമല്ലോ. അലീന ഒരുവിധം കടിച്ച് പിടിച്ച് നിന്ന് ഓരോന്നായിട്ട് ചെയ്യണം. പക്ഷെ പൊട്ടുന്ന തലവേദന കേട്ടോ അലീനയ്ക്ക് ഒട്ടും പറ്റുന്നില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്നും പറഞ്ഞ് ഓരോന്നും ചെയ്യുക. അപ്പോഴാണ് നമ്മുടെ കൃഷ്ണമോള് കിച്ചണിലോട്ട് കടന്നു പറഞ്ഞത്. അപ്പോൾ അലീനയുടെ മുഖമൊക്കെ വല്ലാണ്ട് വാടി വീർത്ത് വല്ലാത്തൊരവസ്ഥയിലിരിക്കണം. എന്ത് പറ്റി അലീന ചേച്ചി, മുഖമൊക്കെ വാടിയിരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നെറ്റി തൊട്ടപ്പോൾ പൊള്ളുന്ന പനിയാട്ടോ അലീനയ്ക്ക്. അപ്പോൾ കൃഷ്ണമോള് പറഞ്ഞു, ചേച്ചിക്ക് പൊള്ളുന്ന പനിയാണല്ലോ. കൃഷ്ണമോൾ അപ്പം തന്നെ ചേച്ചി പോയി കിടന്നോ എന്നൊക്കെ പറഞ്ഞു. വേണ്ട മോളെ, നീ പൊക്കോ, കുഴപ്പമില്ല, നീ സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന അലീന പറഞ്ഞു. കൃഷ്ണമോൾ നേരെ ചെന്ന് ബബിതയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, അലീന ചേച്ചിക്ക് ഭയങ്കര പനിയാണ്, ഒട്ടും പറ്റുന്നില്ല, തലവേദനയൊക്കെ ആയിട്ട് പാവം കിച്ചണിൽ നിൽക്കണേന്ന് പറയും. അപ്പോഴേക്കും ബബിത വന്ന് നോക്കുമ്പോൾ അലീന വല്ലാണ്ട് നിൽക്കുകയാണ് കേട്ടോ, നല്ല പനി പോലെയൊക്കെ ആയിട്ട് നിൽക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ബബിത നേരെ ബാലചന്ദ്രൻ്റെ അടുത്ത് ചെല്ലുകയാണ്. ചെന്നിട്ട് പറഞ്ഞു, അച്ഛൻ പോയി ഒരു ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരുമെന്ന് ചോദിക്കും. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കും, എന്തിനാടി മോളെ? അതെ, അലീന ചേച്ചിക്ക് ഒട്ടും പാടില്ല, ഭയങ്കര തലവേദനയും പനിയും ഒക്കെയാണ്. അച്ഛൻ ചെന്ന് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ആ ഡോക്ടറെ ഇങ്ങനെ കൊണ്ടുവരുമെന്ന് ചോദിച്ചു. എടി അതിന് മെഡിസിൻ എന്തെങ്കിലും
ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുത്താൽ പോരെ? ഇല്ലല്ല, അച്ഛന് പറ്റൂലെങ്കിൽ പറയേ, ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാം എന്നൊക്കെ ഇങ്ങനെ ബബിത പറയണ. ബാലചന്ദ്രൻ അതിശയത്തോടെ നോക്കിയിട്ട്, കാരണം നമ്മുടെ ബബിത തന്നെയാണോ ഈ പറയണത്? കണ്ണിന് പിടിക്കാത്ത ഒരാളായിരുന്നു നമ്മുടെ അലീന ബബിതയ്ക്ക്. പക്ഷേ ഇപ്പോൾ ദേ അലീന ചേച്ചിക്ക് വേണ്ടി ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ ആ ബബിത പോയി വിളിച്ചുകൊണ്ട് വരും. ബാലചന്ദ്രൻ അതിശയപ്പെട്ട് ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛന് പറ്റൂലെങ്കിൽ പറയുമെന്ന് പറയുന്നുണ്ട്. അപ്പം ബാലേന്ദ്രൻ പറഞ്ഞ്, ഒരു കാര്യം ചെയ്യും, ഞാൻ ഹോസ്പിറ്റലിൽ പോയി കാര്യം പറഞ്ഞ് മരുന്ന് മേടിച്ചുകൊണ്ട് വരാം, കുറവില്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ വിളിക്കും, അല്ലെങ്കിൽ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ നമ്മുടെ ബബിത അകത്തോട്ട് പോകണം. എന്നിട്ട് ഒരു വിക്സൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അലീനയുടെ അടുത്ത് ചെന്നിട്ട് ആ തലവേദനയൊക്കെ ഇങ്ങനെ ഭയങ്കര തലവേദനയെന്ന് പറഞ്ഞപ്പോൾ ആ വിക്സ് നമ്മുടെ ബബിത അലീനയുടെ നെറ്റിയിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് അലീനയ്ക്ക് അതിനേക്കാൾ അതിശയം, കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആ ഒരു ഇത്. അപ്പം കൃഷ്ണമോൾ ഇത് കണ്ടപ്പോൾ കൃഷ്ണമോൾക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. കാരണം ബബിതയെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറിയല്ലോ എന്നുള്ളൊരു ചിന്താഗതി കൃഷ്ണമോൾക്കും വരെയാണ്. അങ്ങനെ ബാമൊക്കെ തേച്ച് കൊടുത്തിട്ട് അലീനയുടെ അടുത്ത് പറയും, അലീന ചേച്ചി ഇങ്ങോട്ട് വന്നേ, പോയി റൂമിൽ പോയി കിടന്നേന്ന് പറഞ്ഞിട്ട് നേരെ കൈ പിടിച്ച് കൊണ്ടുപോയി അലീനേനെ ബെഡേ കിടത്തിണ്ട്. എന്നിട്ട് ഒരു പുതപ്പൊക്കെ എടുത്ത് പുതപ്പിച്ച് കിടന്നോ കേട്ടോ, അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഞാനും കൃഷ്ണമോളും കൂടെ നോക്കിക്കോളാന്ന് പറയാം. എടി മോളെ, ഒരു പണിയും കഴിഞ്ഞിട്ടില്ല, ഞാനും കൂടെ ചെയ്യാം, നിങ്ങൾക്ക് സ്കൂളിലും കോളേജിലും പോകണ്ടേ, ഇപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ബബിത കേട്ടില്ല. അങ്ങനെ കൃഷ്ണമോളും അലീനേനെ അവിടെ കിടത്തിയിട്ട് കൃഷ്ണമോളും ബബിതയും കൂടെ പോയി കിച്ചണിൽ കുറേ പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകി അത്യാവശ്യം കുറച്ച് പണികളൊക്കെ തീർക്കണേ. എന്നിട്ട് ഇടയ്ക്ക് നമ്മുടെ അലീനയ്ക്ക് കുറച്ച് കട്ടൻ കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് വന്ന് കൊടുക്കേണ്ട കേട്ടോ. അലീന ഈ നിമിഷമൊക്കെ ഇങ്ങനെ ബബിതയുടെ മുഖത്ത് കണ്ണിമ വെട്ടാണ്ട് ഇങ്ങനെ നോക്കുകയാണ്. കാരണം തൻ്റെ ബബിതയാണോ തൻ്റെ അനുജത്തിയാണോ ഈ ചെയ്യുന്നത്? ഇവർക്ക് എങ്ങനെ ഇത്രയൊക്കെ മാറാൻ കഴിഞ്ഞു? ഒരു വല്ലാത്തൊരു മിറാക്കിൾ പോലെയാണ് അലീനയ്ക്ക് ബബിതയുടെ കാര്യത്തിലൊക്കെ തോന്നുന്നത്. കാരണം ഭയങ്കരമായ ഒരു അതിശയോക്തിയായിട്ടുള്ളൊരു കാര്യമൊക്കെ ആയിരുന്നു. അങ്ങനെ ഇനിയിപ്പോൾ അലീനയ്ക്ക് വയ്യാണ്ടൊക്കെ ആവണു. അങ്ങനെ ബബിതയും കൃഷ്ണമോളും കൂടെയൊക്കെ ചേർന്ന് ശുശ്രൂഷിക്കുന്ന രംഗങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാര്യം നമ്മുടെ ബബിത മോൾക്ക് നമ്മുടെ അലീന നമ്മുടെ രോഹിത്തിനെ ശുശ്രൂഷിച്ചതും കാര്യങ്ങളൊക്കെ കണ്ടൊരു പരിചയമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുപോലെയൊക്കെ തന്നെ അലീനയെ ബബിതയും കൃഷ്ണമോളും ഒക്കെ നന്നായിട്ട് കെയർ ചെയ്യുന്ന സീനൊക്കെയാണ്. ഏകദേശം നാളെ വരുന്ന എപ്പിസോഡിലെ ഒരു പ്രൊമോ ഇതൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മുടെ വൈജയന്തിക്കാണെങ്കിൽ ഇതൊന്നും കണ്ടും കേട്ടും ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. കാരണം തൻ്റെ മക്കളും തൻ്റെ കുടുംബവും എല്ലാവരും ഒറ്റപ്പെടുത്തി, തൻ്റെ ആങ്ങളമാരും ഒക്കെ തൻ്റെ കുടുംബം മൊത്തത്തിൽ തന്നെ ഒറ്റപ്പെടുത്തി. ഇപ്പോൾ ഒരു ഒറ്റാം തടിയായിട്ട് തന്നെ പൊരുതാനുള്ള തയ്യാറെടുപ്പാണ് നമ്മുടെ വൈജയന്തിയുടെ സീന്. പിന്നെ നമ്മുടെ ചിന്നുമോളുടെ കേസ്, ചിന്നുമോളെ സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു മേഡം വരുന്നുണ്ട്, ഊർമിള നായർ വരുന്നുണ്ട്. ആ കഥകളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കേൾക്കുന്നതിനോടൊപ്പം ലൈക്ക് അടിക്കുക, അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ് ചെയ്യുക, ഹൈപ്പ് ബട്ടൺ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മഴതോരും മുമ്പേ നാളെ വരാനിരിക്കുന്ന മഴതോരും മുമ്പേ സീരിയലിൻ്റെ പ്രൊമോ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.